5 children among 7 killed in cloud burst. എന്തോരം പേരല്ലേ ഈ ക്ലൗഡ് ബേഴ്സിൽ മരിക്കുന്നേ. ഇപ്പതാ ജമ്മുവില് ഉത്തരാഖണ്ഡിൽ എന്തോ ഉണ്ടായിട്ടില്ലേ? ഉണ്ടായിരുന്നു ഈ മാസം തുടക്കത്തില്. ഇതെന്താ ഈ ക്ലൗഡ് ബേഴ്സ് എന്താ സംഭവം? ക്ലൗഡ് ബേസ്റ്റ് എന്ന് വേറൊന്നുമില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ക്ലൗഡ് ബേസ്റ്റ്, അതായത് ക്ലൗഡ് ബേസ്റ്റ് ചെയ്യുന്നു. അതായത് സാധാരണഗതിയിൽ മഴ പെയ്യുന്നതിനേക്കാളും കൂടുതൽ മഴ ഇവിടെ പെയ്യും. ഒരു ലോക്കലൈസ്ഡ് ഏരിയയിൽ 1 മണിക്കൂറിൽ താഴെയുള്ള സമയത്തില് 10 സെന്റിമീറ്ററിലധികം മഴ പെയ്യുന്നു, അല്ലെങ്കിൽ പറയാം 100 മില്ലിമീറ്ററിലധികം മഴ പെയ്യുന്നു. ഇതിന്റെ ഡെഫിനിഷൻ തന്നെ ഇങ്ങനെയാണ് പറയുന്നത്: സഡൻ ഇന്റൻസീവ് റെയിൻഫോൾ ഇൻ എ ലോക്കലൈസ്ഡ് ഏരിയ. അതായത് ചെറിയൊരു ഏരിയയിൽ കുറഞ്ഞ സമയം കൊണ്ട് ഒരുപാട് മഴ പെയ്യുന്നു, അതിനെയാണ് ക്ലൗഡ് ബേസ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും അവിടെ ഫ്ലഡ് ഉണ്ടാവും. ഇതുകൊണ്ടാണ് കുറെ ആൾക്കാർ അവിടെ മരിക്കുന്നത്. അല്ല, അപ്പൊ ഇത് സാധാരണ മഴയല്ലേ, പിന്നെ ക്ലൗഡ് ബേസ്റ്റ് അങ്ങനെ ഇത്രയും ഇതായിട്ട് പറയേണ്ട കാര്യം ഇതെങ്ങനെ ഉണ്ടാവുന്നത്? ആക്ച്വലി ഇത് സാധാരണ മഴ പോലെയല്ല, ഇതൊരു ടൊറൻഷ്യൽ റെയിൻഫോൾ ആണ്. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇത് ഉണ്ടാവാനുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത് ഓറോഗ്രഫിക് അപ്ലിഫ്റ്റ്മെന്റ് ആണ്. അതായത് എവിടെയെങ്കിലും ഒരു മൗണ്ടൻ ഉണ്ട് എന്ന് വിചാരിക്കാം. എവിടെയെങ്കിലും ഒരു മൗണ്ടൻ ഉണ്ട്, ആ മൗണ്ടന്റെ ഒരു സൈഡിലോട്ട് കാറ്റടിക്കുന്നുണ്ട് എന്ന് വിചാരിക്കാം. ഈ കാറ്റിനെ ഈ മൗണ്ടൻ തടഞ്ഞു നിർത്തും. ഇങ്ങനെ തടഞ്ഞു നിർത്തി കുറച്ചു നേരം കഴിയുമ്പോൾ ഈ കാറ്റ് അപ്ലിഫ്റ്റ് ചെയ്യപ്പെടും. ഈ വിൻഡ് അപ്ലിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് ഈ വിൻഡില് ഇനഫ് വാട്ടർ മോളിക്യൂൾസ് ഉണ്ടെങ്കിൽ അത് ക്ലൗഡ് ആയിട്ട് മാറും, മഴ പെയ്യും. ഇങ്ങനെയാണ് സാധാരണഗതിയിൽ മൗണ്ടൻസ് ഉള്ള സ്ഥലങ്ങളിൽ മഴ പെയ്യുന്നത്. ഓക്കെ, നമ്മുടെ മൺസൂണിന്റെ സമയത്ത് കേരളത്തിൽ പെയ്യുന്ന മഴ അത് ഇത്തരം മഴയാണ്, കാരണം വെസ്റ്റേൺ ഘാട്ട് ഉള്ളത് കൊണ്ട് പെയ്യുന്ന മഴ. പക്ഷേ ഈ ക്ലൗഡ് ബേസ്റ്റില് വരുന്ന കാറ്റില് ഒരുപാട് വാട്ടർ വേപ്പർ ഉണ്ടാവും. അപ്പൊ ഇത് മൗണ്ടൻ തടഞ്ഞു നിർത്തി അപ്ലിഫ്റ്റ് ചെയ്യപ്പെടുമ്പോൾ ഇത് ക്യുമുലോ നിംബസ് ക്ലൗഡ്സ് ആയിട്ട് മാറും. ക്യുമുലോ നിംബസ് ക്ലൗഡ്സിന്റെ പ്രത്യേകത വെർട്ടിക്കൽ എക്സ്പാൻസ് കൂടുതലാണ്, നീളം കൂടുതലുള്ള വാട്ടർ വേപ്പർ കൂടുതലുള്ള ക്ലൗഡ്സാണ്. അതുകൊണ്ട് തന്നെ ഈ ക്ലൗഡ് റിലീസ് ചെയ്യുമ്പോൾ ഹ്യൂജ് എമൗണ്ട് ഓഫ് വാട്ടർ ആയിരിക്കും ഒറ്റയടിക്ക് റിലീസ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇത്രയും ശക്തമായ മഴ ഈ സമയത്ത് ഉണ്ടാകുന്നത്. അല്ല, അപ്പൊ ഞാനൊരു ഡൗട്ട് കേൾക്കട്ടെ. ക്ലൗഡ് ബേസ്റ്റ് ഉണ്ടായി കഴിഞ്ഞാൽ കേരളത്തിൽ ഇത് ഉണ്ടായി കഴിഞ്ഞാൽ വലിയൊരു ഇമ്പാക്ട് ഉണ്ടാവൂലേ? അതെ, കേരളത്തിൽ മാത്രമല്ല, അതിപ്പോ ഹിമാലയത്തിലാണെങ്കിലും ക്ലൗഡ് ബേസ്റ്റ് ഉണ്ടാകുന്ന സമയത്ത് മഴ പെയ്യുന്നതല്ല ശരിക്കും പ്രശ്നം. ഈ മഴ പെയ്യുമ്പോ ഭൂമിയിൽ എത്തുന്ന വെള്ളത്തിന്റെ അളവ് കൂടുകയും അത് ഫ്ലഡിന് കാരണമാവും. അപ്പൊ അവിടെ ഫ്ലഡാണ് അവിടെ ഉണ്ടാകുന്ന ഡിസാസ്റ്റർ. ഇനി ഫ്ലഡ് മാത്രമല്ല, ഈ ഹിമാലയൻ വെസ്റ്റേൺ ഘാട്ട് റീജിയൻസിൽ അല്ലെങ്കിൽ മൗണ്ടനസ് റീജിയൻസിൽ മഴ പെയ്യുകയാണെങ്കിൽ ഇവിടെ ലാൻഡ് സ്ലൈഡ്സ് അല്ലെങ്കിൽ ഉരുൾപൊട്ടൽ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ ഈ ക്ലൗഡ് ബേസ്റ്റിൽ ഉണ്ടാവുന്ന 2 പ്രോബ്ലംസ് എന്ന് പറയുന്നത് ഫ്ലഡും ലാൻഡ് സ്ലൈഡ്സ് ആണ്. അതുകൊണ്ടാണ് ഇത്രയും ഡിസാസ്റ്റർ ഈ ഒരു സമയത്ത് രൂപപ്പെടുന്നത്. ഇത് ഉണ്ടായ കാഷ്വാലിറ്റീസ് ഉണ്ടാവും എന്നുള്ളത് കൺഫേം ആണല്ലേ? അതെ അതെ. അപ്പം ഇത് തടയാനായിട്ട് നമുക്ക് മാർഗമൊന്നുമില്ല, നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇത് സ്റ്റോപ്പ് ചെയ്യുക എന്നുള്ളത് കുറച്ച് ബുദ്ധിമുട്ടാണ്, കാരണം ഇതൊരു സഡൻ പ്രോസസ് ആണ്. നമുക്ക് അങ്ങനെ പെട്ടെന്ന് തടയാനൊന്നും പറ്റില്ല. പക്ഷെ ചില മാർഗങ്ങളുണ്ട്. ഒന്ന് ഡോപ്ലർ റഡാർ എന്ന് പറയും. അതായത് ഈ റഡാറുകളുടെ സഹായത്തോടുകൂടി ഏകദേശം 6 മണിക്കൂർ മുന്നേ നമുക്ക് ക്ലൗഡ് ബേസ്റ്റ് പ്രവചിക്കാനായിട്ട് സാധിക്കും. രണ്ടാമതായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ സാറ്റലൈറ്റുകളാണ്. അതായത് റെയിൻഫോള് പ്രെഡിക്റ്റ് ചെയ്യുന്ന സാറ്റലൈറ്റുകളുണ്ട്. അവയുടെ സഹായത്തോടെ നമുക്ക് റെയിൻഫോളിനെ കുറിച്ച് പ്രഡിക്ഷൻസ് നടത്താനായിട്ട് സാധിക്കും. അപ്പൊ അതൊരു 2-3 മണിക്കൂറൊക്കെ മുന്നേ പറയുകയാണെങ്കിൽ നമുക്ക് ഇവാക്യുവേഷൻ പോസിബിൾ ആണ്. ഇനി ഇതിൽ ചെയ്യാൻ പറ്റുന്ന ഒരു എഫക്റ്റീവ് മെത്തേഡ് എന്ന് പറയുന്നത് സോണേഷൻ ആണ്. നമ്മുടെ ഇന്ത്യയിൽ ഡിസാസ്റ്റർ മാനേജ്മെന്റിന്റെ ഭാഗമായിട്ട് ഡിസാസ്റ്റർ വരാൻ ചാൻസ് ഉള്ള സ്ഥലങ്ങളിൽ ആൾക്കാർക്ക് സെറ്റിൽമെന്റ് പ്രൊവൈഡ് ചെയ്യാനുള്ള അനുമതി കൊടുക്കത്തില്ല. അതായത് ഹ്യൂമൻ ഹാബിറ്റേഷൻസ് അനുവദിക്കില്ല. ഇപ്പൊ ഒരു എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഹിമാലയത്തിൽ എർത്ത് ഉണ്ടാവും, ലാൻഡ് സ്ലൈഡ്സ് ഉണ്ടാവാറുണ്ട്, ഇപ്പൊ പറഞ്ഞ പോലെ ക്ലൗഡ് ബേസ്റ്റ് ഒക്കെ ഉണ്ടാവാറുണ്ട്. അപ്പൊ പൊതുവെ ഗവൺമെന്റ് എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ലാൻഡ് സ്ലൈഡ്സ് ഉണ്ടാവാൻ ചാൻസ് ഉള്ള സ്ഥലങ്ങൾ, ക്ലൗഡ് ബേസ്റ്റ് ഉണ്ടാവാൻ ചാൻസ് ഉള്ള സ്ഥലങ്ങൾ ഇതൊക്കെ സോൺ ചെയ്തിട്ട് അവിടെ ഹ്യൂമൻ ഹാബിറ്റേഷൻസ് അനുവദിക്കാതിരിക്കും. ഇതിനെയാണ് നമ്മൾ സോണേഷൻ എന്ന് പറയുന്നത്. മുമ്പ് മഴയെ മാത്രം പേടിച്ചാൽ മതിയായിരുന്നു, ഇപ്പൊ ക്ലൗഡ് ബേസ്റ്റ് എന്തൊക്കെ സാധനങ്ങളല്ലേ? അതെ, ഇതുപോലെ ഒരുപാട് ഫിനോമിനാസ് ജോഗ്രഫിയിലുണ്ട്. ഇനി നമുക്ക് അങ്ങോട്ട് പോകുമ്പോൾ ഡിസ്കസ് ചെയ്യാം.